മഞ്ജു വാര്യരുടെ കരിയറിലെ ഏറ്റവും മികച്ച കഥാപാത്രമായിരുന്നു കന്മദത്തിലെ ഭാനു. മോഹൻലാലിനൊപ്പം മഞ്ജു വാര്യർ തകർത്ത് അഭിനയിച്ച സിനിമ വലിയ വിജയവുമായിരുന്നു. പിന്നീട് ഇങ്ങോട്ടുള്ള കരിയർ ഗ്രാഫിൽ മഞ്ജുവിന് വളർച്ചയെ ഒരുക്കിക്കൊടുത്തതും ഈ കഥാപാത്രമായിരുന്നു. വർഷങ്ങൾക്കു ശേഷം കന്മദത്തിൻ്റെ ഓർമ്മകൾ പങ്കുവയ്ക്കുകയാണ് മഞ്ജു ഇപ്പോൾ. ആ സിനിമ ഷൂട്ട് ചെയ്ത ലൊക്കേഷനിലേക്ക് വീണ്ടും പോയ നടിയുടെ ചിത്രങ്ങൾ പ്രചരിക്കുകയാണിപ്പോൾ. പ്രൊഡക്ഷൻ കൺട്രോളറായ സിന്ധു പനക്കലാണ് മഞ്ജു വാര്യർക്കൊപ്പമുള്ള ചിത്രങ്ങളുമായി എത്തിയത്. കന്മദത്തിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളർ ആയിരുന്നു സിദ്ധു. അടുത്തിടെ ഈ ലൊക്കേഷനിലേക്ക് പോയിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് കണ്ട കാഴ്ചകൾ വീണ്ടും അവിടെ കണ്ടതിനെപ്പറ്റി അദ്ദേഹം ഫേസ്ബുക്കിലൂടെ പങ്കുവയ്ക്കുകയും ചെയ്തു. ഇത് ശ്രദ്ധയിൽപ്പെട്ടതോടെ തനിക്കും അവിടെ പോകണമെന്ന് ആവശ്യവുമായി മഞ്ജു വരികയായിരുന്നു എന്നാണ് സിന്ധു വ്യക്തമാക്കുന്നത്. പാലക്കാട് എമ്പുരാൻ സിനിമയുടെ ഷൂട്ടിങ്ങിന് വന്ന ഞാൻ 6 ദിവസം മുമ്പ് കന്മദം ഷൂട്ട് ചെയ്ത് കവ എന്ന ലൊക്കേഷനിൽ പോയ അനുഭവം ഫേസ്ബുക്കിൽ പങ്കുവച്ചിരുന്നു. എൻ്റെ FB പോസ്റ്റ് മഞ്ജു കണ്ടിട്ടുണ്ടായിരുന്നില്ല. സംവിധായകൻ റേഷൻ ആൻഡ്രൂസിൻ്റെ അസോസിയേറ്റ് ഡയറക്ടർ ദിനേശ് മേനോൻ അത് മഞ്ജുവിന് അയച്ചു കൊടുത്തു. മഞ്ജു അത് എനിക്ക് അയച്ചു തന്ന് ആ ലൊക്കേഷൻ വീണ്ടും കാണണമെന്ന ആഗ്രഹവും പ്രകടിപ്പിച്ചു. മഞ്ജു ആദ്യം നായികയായി അഭിനയിച്ച സല്ലാപ എന്ന പടത്തിൻ്റെ കൺട്രോളർ ഞാനായിരുന്നു. അന്നു മുതൽ ഇന്ന് വരെ മുറിഞ്ഞു പോകാത്ത ബന്ധമാണ് മഞ്ജുവും കുടുംബവുമായി. ഇന്ന് ഷൂട്ടിങ്ങിന് വരുന്ന വഴിക്ക് ഞാനും മഞ്ജുവും കൂടി ആ ലൊക്കേഷനിൽ പോയി. തൻ്റെ കരിയറിലെ ഒന്നാന്തരം വേഷങ്ങളിലൊന്നായ കന്മദത്തിലെ ഭാനുവിനെയും ലോഹിത് സാറിനെയും ലാലേട്ടനെയും കന്മദത്തിൻ്റെ നിർമ്മാതാവ് സുചിത്ര ചേച്ചിയെ പറ്റിയൊക്കെ ഓർക്കാനും ആ ഓർമ്മകളിൽ 26 വർഷം പിറകോട്ട് സഞ്ചരിക്കാനുമൊക്കെ മഞ്ജുവിന് കഴിഞ്ഞിരിക്കും. ആ ലൊക്കേഷനിലെ കുറച്ച് നിമിഷങ്ങളാണ് ഈ ഫോട്ടോകളിൽ എന്ന് പറഞ്ഞാണ് മഞ്ജു വാര്യർക്കൊപ്പമുള്ള ഫോട്ടോ സിന്ധു പനക്കൽ പങ്കുവച്ചത്. സിന്ധു ആദ്യം പങ്കുവച്ച കുറിപ്പ് ഇങ്ങനെയാണ്: ഭാനു പോകുകയാണെന്ന് അറിഞ്ഞു വിശ്വനാഥൻ. അതെ, വന്ന കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി എന്ത് ആവശ്യമുണ്ടെങ്കിലും എന്നെ അറിയിക്കാം, ഞാൻ വരും. വീട്ടിലെ അഡ്രസ്സ് അവിടെ ചെന്നിട്ട് ഞാൻ അറിയിക്കാം. ഭാനു, അതിൻ്റെ ആവശ്യമില്ല. ഇനി ഞങ്ങൾക്ക് വേണ്ടി ബുദ്ധിമുട്ടേണ്ട. ഇപ്പോൾ തന്നെ നിങ്ങളുടെ പേരിൽ ഞങ്ങൾ വേണ്ടാത്തതൊക്കെ കേൾക്കുന്നുണ്ട്. ദയവ് ചെയ്ത് ഇനി ഇങ്ങോട്ട് വരരുത്. ഞങ്ങൾ എങ്ങനെയെങ്കിലും ജീവിച്ചു പോയിക്കോട്ടെ. പിന്നെ എൻ്റെ ഏട്ടൻ്റെ പാസ്പോർട്ടും സാധനങ്ങളും എനിക്ക് വേണം. ഇനി അതല്ലേ ബാക്കിയുള്ളൂ. വിശ്വ, ഞാനിപ്പോൾ എടുത്തു തരാം. ഭാനു, ഇപ്പോൾ വേണ്ട. ഇപ്പോൾ അത് കണ്ടാൽ ഞാൻ പൊട്ടിപ്പോകും. ഞാൻ ആരെയും അറിയിച്ചിട്ടില്ല. വിശ്വ, പോണേന് മുമ്പ് ഞാൻ പറയാം മുത്തച്ഛനോട്. ഭാനു, വേണ്ട. ഏട്ടൻ വരുമെന്നും ഒരു നല്ല കാലമുണ്ടാകുമെന്നും വിചാരിച്ചിരിക്കുന്നവരാ എല്ലാവരും. അത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. വിശ്വ, ഭാനു മാത്രമല്ല, മനസ്സിൽ അടുക്കി പിടിച്ച് ജീവിക്കേണ്ട. ഭാനു, അത് സാരമില്ല. അങ്ങനെ ജീവിച്ച് അത് ശീലായി. വേലുമാമൻ്റെ വീട്ടിലെ തെക്കേ മുറിയിൽ ഒരു ഓട്ടുകലവും ഉരുളിയും ഇരിക്കുന്നുണ്ട്. അതിനുള്ളിൽ പൊതിഞ്ഞു വെച്ചാൽ മതി. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് മനസ്സൊന്ന് തണുക്കുമ്പോൾ ഞാൻ എടുത്തുകൊണ്ട് വന്നോളാം. വിശ്വ, പോകുമ്പോൾ യാത്ര പറയാൻ എനിക്ക് എവിടെ വരെയെന്ന് പോരാലോ അല്ലേ? ഭാനു, മുത്തശ്ശിയോടും രാജിയോടുമൊക്കെ വരില്ല എന്ന് പറയണ്ടേ? നിങ്ങൾ പോണത് അവർക്കൊക്കെ വലിയ സങ്കടമാണ്. വെറുതെ വിചാരിച്ചോട്ടെ ഇനിയും വരുമെന്ന്. കന്മദം എന്ന സിനിമയിലെ ഈ സീൻ ചിത്രീകരിക്കാൻ ലോഹിത് സാർ തിരഞ്ഞെടുത്തത് കവയിലെ മഞ്ജുവിൻ്റെ വീടായി ഷൂട്ട് ചെയ്ത വീടിന് തൊട്ടടുത്ത് ചെറിയൊരു തോടുണ്ട്. ആ തോടിന് കുറുകെ ചാഞ്ഞു കിടക്കുന്ന ഒരു തെങ്ങും. 26 വർഷത്തിനു ശേഷം ഞാൻ അവിടെ വീണ്ടും പോയി. ഇന്നലെ കന്മദത്തിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളർ ആയിരുന്നു ഞാൻ. മഞ്ജുവിൻ്റെ വീടായി ഷൂട്ട് ചെയ്ത വീടും മാളച്ചട്ടൻ്റെ വീടായി ഷൂട്ട് ചെയ്ത വീടും അവിടെയില്ല. മഞ്ജുവിൻ്റെ വീട്ടിൽ നിന്ന് നോക്കിയാൽ കാണുന്ന ലാലേട്ടൻ നിൽക്കുന്ന ചെറിയ കുന്ന് ഇപ്പോൾ മഞ്ജുവിൻ്റെ വീട് വന്നിരുന്ന സ്ഥലത്ത് നോക്കിയാൽ കാണാനില്ല. കാവുങ്ങും തെങ്ങും വളർന്ന് കാഴ്ച മറിച്ചിരിക്കുന്നു. പക്ഷെ ഒന്ന് അവിടെ ബാക്കിയുണ്ട്. ഈ സീനെടുത്ത ആ തെങ്ങും ചെറിയ തോടും. അന്ന് അത് ജീവനുള്ള തെങ്ങായിരുന്നു. ഇന്നത് തല തെറിച്ച് ജീവനില്ലാതെ നിൽക്കുന്നു. ഭാനുവിൻ്റെയും വിശ്വനാഥൻ്റെയും കരസ്പർശമേറ്റ ആ തെങ്ങ്, ലോഹിത് സാറിൻ്റെ സ്റ്റാർട്ടും കട്ടും കേട്ട ആ തെങ്ങ്, ആ തെങ്ങിൻ്റെ ജീവനറ്റ് പോയിരിക്കുന്നു. ലോഹിത് സാറിനെ പോലെ, മാളച്ചേട്ടനെ പോലെ, രാമചന്ദ്ര ബാബുവേട്ടനെ പോലെ, രവീന്ദ്രൻ മാഷിനെ പോലെ, ഉഷാറാണി ചേച്ചിയെ പോലെ, ഭാനുവിൻ്റെ മുത്തശ്ശിയെ പോലെ, മുത്തച്ഛനെ പോലെ.